Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് ലൈക്ക് നാളെ ജൂലൈ 6th. അപ്പോൾ ഞാൻ നാളെ ഡൽഹിക്ക് പോവാണ് ഫോർ ജോബ്. 7th ജോയിനിങ്. അപ്പം ഇന്ന് ഐ തോട്ട് ഐ വിൽ ഡു വാട്ട്സ് ഇൻ മൈ പെറ്റി വീഡിയോ ബിക്കോസ് ഞാൻ കുറച്ച് പേരൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട് വാട്ട്സ് ഇൻ മൈ സ്യൂട്ട് കേസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ സ്യൂട്ട് കേസിൽ ഞാൻ കുറേ എസ്തെറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യാൻ നോക്കിയായിരുന്നു. അപ്പോൾ എസ്തെറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്ത് വന്നപ്പം 15 കിലോ വേണ്ട സ്ഥലത്ത് എനിക്ക് ചെറുതായിട്ട് 24 കിലോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എസ്തെറ്റിക്സ് ഒക്കെ മാറ്റി കുറേ എടുത്ത് പാർസൽ അയക്കേണ്ടി വന്നു. കുറേ ഞാൻ ഇതിൽ എസ്തെറ്റിക്സ് ഒക്കെ മാറ്റി ചറവറായിട്ട് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും വാട്ട്സ് ഇൻ മൈ പെറ്റി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കണ്ടിട്ട് ക്ഷമമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാൻ എന്തായാലും ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പെട്ടിയിൽ ചില സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ എന്തിനാ കൊണ്ടുപോകണമെന്ന്. ഇതൊന്നും ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ച് മേടിച്ചല്ലോ. ചിലതൊക്കെ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോൾ ഇത് കൊള്ളാലോ, ലിസ്റ്റിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് കൊള്ളാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് എടുത്തിരുന്ന സാധനങ്ങൾ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അതല്ലാതെ വേറെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം. എന്തിനാണ് ഇതുകൊണ്ടല്ലേ വെയിറ്റ് കൂടിയെന്ന് എല്ലാവരും പറയും. കറക്റ്റാണ്. പക്ഷേ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയാൽ അപ്പയുടെ അമ്മയുടെ പൈസയ്ക്ക് മേടിക്കാം. അവിടെ ചെന്ന് മേടിക്കാനാണെങ്കിൽ ഞാൻ എൻ്റെ ഓൺ പൈസയ്ക്ക് മേടിക്കണം. അതാണ് പോയില്ല. അപ്പോൾ മാക്സിമം സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ചോദിക്കുക അപ്പ അമ്മയെ അയച്ചു തരില്ലായിരുന്നു. എന്നാലും അവരെ അയച്ചു തരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസയുള്ളൂ. അപ്പോൾ നമ്മുടെ പൈസയുള്ളൂ ഇത്. ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് മേക്ക് സെൻസ്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വയ്ക്കാൻ ലാഭമാണുള്ളൂ. ഞാൻ മാക്സിമം ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാൻ നോക്കണേ. ഇനിയും സ്ഥലങ്ങളുണ്ട്. ഞാൻ സെൽഫ് കുക്കിംഗ് ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ ഗ്രോസറീസ് ഒക്കെ ആദ്യമായി മേടിച്ച് കുക്കിംഗ് ഒക്കെ ചെയ്യണം. പക്ഷെ അത് ഒക്കെ എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ എൻ്റെ പെട്ടിയിൽ ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചേക്കണത്, വെരി അൺഎസ്തെറ്റിക്കായിട്ട് ഞാൻ എന്തൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം ഇതാണ് ഞാൻ എൻ്റെ നെയിൽസ് ആർ വെരി ബാഡ്. ഇതാണ് ഞാൻ ചെക്ക് ഇൻ ബാഗേജ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇതിൽ 15 kg ഇതിൽ 7 kg ക്യാബിനായിട്ട് ഇതാണ് കൊണ്ടുപോകണേ. അവിടെ എൻ്റെ ലോണ്ട്രി ബാഗൊക്കെ ഞാൻ മേടിച്ച് വെച്ചേക്കണുണ്ട്. പക്ഷെ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല, വെയിറ്റ് കൂടുതൽ കാരണം. സോ ഇതിൽ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. എനിക്ക് ആക്ച്വലി വീഡിയോയിൽ ഞാൻ തന്നെ വന്ന് നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ അത് പറ്റുന്നു എന്നല്ല, കാരണം എടുത്തു തരാൻ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ അവിടെ വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. സോ അപ്പോൾ ഇതാണ് ചെക്ക് ഇൻ ബാഗേജിൻ്റെ ഒരു കോലം. ഇനി ഈ സൈഡിൽ അച്ചാർ വെക്കാനുണ്ട്. ഇതാണ് ക്യാബിൻ ബാഗേജിൻ്റെ ഒരു ഓപ്പണിങ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഈസ്തെറ്റിക്കായിട്ട് സ്കിൻ കെയർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തൊക്കെ വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചപ്പോൾ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല എന്ന് ഞാൻ അതേന്നിട്ട് അറിഞ്ഞു. ഞാൻ സ്കിൻ കെയർ ഒക്കെ കൊണ്ട് ക്യാബിനിൽ വെച്ചു. പിന്നെ ഞാൻ അറിഞ്ഞ ക്യാബിൻ്റെ ലിക്വിഡ് ഒന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ നമുക്ക് എല്ലാം മാറ്റേണ്ടി വന്നു. ഈസ്തെറ്റിക്സ് എല്ലാം പൊളിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ. എന്തൊക്കെയാണ് വെച്ചേക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇച്ചിരി ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. ഞാൻ തന്നെ പിടിച്ച് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമുണ്ട്. സോ ആദ്യം തന്നെ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ സൈഡിൽ ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിടാനുള്ള എൻ്റെ ഷോർട്ട്സും പാൻസൊക്കെയാണ്. ഈ സാധനത്തിൽ ഞാനൊരു ഷീൻ്റെ കവറിൽ റാപ്പ് ചെയ്താണ് അത് വെച്ചേക്കണത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ കാണുന്നത് എൻ്റെ മരുന്നുകളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒട്ടും എസ്തെറ്റിക് അല്ല, ഒട്ടും അറേഞ്ച്ഡും അല്ല. പക്ഷെ വേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഡോക്ടർ റാഷൽസിൻ്റെ ബാംബൂ ചാർക്കോൾ നോ സ്പോട്ട് സ്ട്രിപ്പാണ്. എനിക്ക് നല്ലധികം ബ്ലാക്ക് ഹെഡ്സ് ഉള്ളതുകൊണ്ട് മേടിച്ചേക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ട്രൈ നോക്കിയിട്ടില്ല, അത് വർക്കാവുമെന്ന് എനിക്കറിയില്ല. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ, ബെയർ അനാറ്റമിയുടെ ഷാമ്പൂവും ട്രെസ്മയുടെ ഗ്ലോസ് എന്ന് പറഞ്ഞ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ അടിയിൽ വരുന്നത് സാനിറ്ററി പാഡാണ്. അത് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആൻഡ് ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ക്രീം, അതായത് ഒരു ഡ്രൈ സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ. ഇതെനിക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ആരും മേടിച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഞാൻ മുമൂസ എന്ന് പറഞ്ഞൊരു മുമൂസോ എന്ന് പറഞ്ഞൊരു ഈസ്തെറ്റിക് കട, മിനീസോ പോലത്തെ ഞാൻ ലുലുവിൽ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച ബ്രഷാണിത്. വെരി ക്യൂട്ട് ബ്രഷ്. ഇതൊക്കെ ക്ലിയറാണ് എന്ന് വിശ്വസിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എൻ്റെ ഒരു ക്യാപ്പാണ് ഇവിടെ വരുന്നത്. ലൈക്ക് ക്യാപ്പ്. അത് കഴിഞ്ഞിട്ട് ഇത്
എൻ്റെ സ്റ്റിക്കേഴ്സാണ്, ബൂക്ക് ടേപ്പായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇതെന്തിനാ ഇവിടെ വെച്ച്, ഈ മരുന്ന് ഇതിനകത്ത് ഇട്ട് വെക്കണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വെരി അൺഎസ്തെറ്റിക് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കണേ. ഇത് ഞാൻ ഇതിനകത്ത് ഇട്ട് വയ്ക്കും കുറച്ചേരം കഴിഞ്ഞിട്ട്. പിന്നെ ഇത് ഒരു സെറ്റ് ഓഫ് പാത്രം. ഞാൻ അവിടെ ചെന്ന്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവിടെ ചെന്ന് ഒന്നും മേടിക്കാൻ താല്പര്യമില്ല, കാരണം എൻ്റെ കയ്യിലത്തെ പൈസ പോവും. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ടാണ്. ഇത് 4 പാത്രം ഫോർ എന്തെങ്കിലുമൊക്കെ കറിക്ക് ഉണ്ടാക്കുവാണെങ്കിൽ എടുത്ത് വയ്ക്കാനായിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ എടുത്ത് വയ്ക്കാനായിട്ടൊക്കെ ആയിട്ട് ഈ പാത്രം. ആൻഡ് ഇതിൽ നിറച്ച് എൻ്റെ സ്കിൻ കെയർ ആണ്. അത് തുറന്ന് കാണിക്കാനായിട്ട് സ്കിൻ കെയറും സ്പ്രേ ഒക്കെയാണ് ഞാൻ അതിനകത്ത് ഇട്ട് വെച്ചേക്കണേ. അതെല്ലാം സീൽ ചെയ്ത് വെച്ചേക്കുവാണ്. തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. കവറിൻ്റെ കൊലം കണ്ട് അരിഞ്ഞിട്ടുണ്ടോ? ഇതെൻ്റെ വിക്ടോറിയ സീക്രറ്റ്സിൻ്റെ സ്പ്രേ. ഇത് അടുത്ത വിക്ടോറിയ സീക്രറ്റ്സിൻ്റെ സ്പ്രേ. പിന്നെ കോസി കെയർ എന്ന് പറഞ്ഞൊരു ക്രീം. പിന്നെ എൻ്റെ മറ്റേ പീലിംഗ് സൊല്യൂഷൻ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഇച്ചിരി അധികം ആഫ്റ്റർ എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ചേക്കാം. കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഇത് കണ്ടിട്ട് ആരും അങ്ങനെ മേടിച്ച് ഉപയോഗിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ഉപയോഗിക്കണ്ട. പിന്നെ ഇതെനിക്ക് എന്തോ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയ സൺസ്ക്രീൻ. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ഡിയാക്നയുടെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഫേസ് വാഷാണിത്. പിന്നെ എൻ്റെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ്, പിന്നെ എല്ലാവരും വെച്ച് ട്രൈ ചെയ്തൊക്കെയാണ് സ്നെയിൽ മ്യൂസിൻ. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് പക്ഷേ ഓവർ ഹൈഡ്രേഷൻ വേണ്ട, ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ദിസ് ഇസ് ഗുഡ് എന്ന് വെച്ചാൽ ഞാൻ ആരോടും മേടിച്ച് ഉപയോഗിക്കാനും പറയില്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ കാരണം ബ്ലർ ആവുന്നുണ്ടല്ലേ. ഓക്കെ, ദിസ് ഇസ് മൈ ബ്ലാങ്കറ്റ്. എൻ്റെ VIT പോയപ്പോൾ തൊട്ടുള്ള എൻ്റെ ബ്ലാങ്കറ്റാണ്. ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ സിറം, ഇത് സിറം സ്ട്രീക്സിൻ്റെ സിറമാണ് ഞാൻ യൂസ് ചെയ്യണേ. ചെറുതായിട്ട് ഞാൻ ഈ പുതപ്പിൻ്റെ ഇടയിൽ എൻ്റെ കീബോർഡ് മറ്റേ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അത് അങ്ങനെ ചീത്തയാവണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ പെട്ടിയുടെ ഈ സൈഡിലുള്ളത്. വെയിറ്റ്, ഞാൻ ആ കിറ്റ് ഒന്ന് ആക്ച്വലി നമുക്ക് ക്യാബിൻ്റെ ഈ സൈഡിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ക്യാബിൻ്റെയും ചെക്കിൻ്റെയും ആ സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യാബിൻ്റെ ഈ സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു സ്ലിപ്പേഴ്സാണ് വരുന്നത്, ഇങ്ങനത്തെ പ്രിൻ്റ് ഉള്ളത്. ഇത് ഞാൻ വിശാൽ മെഗാമാർട്ട് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് മേടിച്ചത്. അവിടെ ഇത്രയും റീസണബിളായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ജസ്റ്റ് 99 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ലിപ്പേഴ്സിന്. പിന്നെ ഇത് ഞാൻ H&Mൽ നിന്ന് മേടിച്ചൊരു ഷൂ ആണ്. ഷൂ ഇൻ ദ സെൻസ് ഇറ്റ്സ് എ ബാലറീന ഐ ഗെസ്. അപ്പം അടിപൊളിയാണ്. ഞാൻ കുറേ നാൾ കാട്ടിലിട്ട് വെയിറ്റ് ചെയ്ത് മേടിച്ച സാധനമാണ്. ആൻഡ് ദീസ് ആർ സൂഡിയോന്ന് മേടിച്ച അണ്ടർ ഗാർമെൻറ്റ്സ്. അത് കഴിഞ്ഞിട്ട് ഇതെന്താ, ഇതും അണ്ടർ ഗാർമെൻറ്റ്സ്. ഞാൻ ഇച്ചിരി എസ്തെറ്റിക്കലി പ്ലീസിങ് അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ മേടിച്ചേക്കണേ. ആൻഡ് ദിസ് ഇസ് ലൂഫ. ഇങ്ങനെ കുളിക്കുമ്പോൾ അരച്ച് തേച്ച് കുളിക്കാനായിട്ടുള്ള ലൂഫ. ഇതൊന്നും ഞാൻ എഴുതി വെച്ചിട്ട് പോയതേ അല്ല, ലിസ്റ്റ് ഉണ്ടാക്കി പോയതേ അല്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കാണുമ്പോൾ വാരി വലിച്ചിരുന്ന സാധനങ്ങളാണ് ഇത്. ഇച്ചിരി സ്പീഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂട് ഇവിടെ, ഫാൻ ഇടാണ്ട് ഞാൻ സംസാരിക്കണം, അതുകൊണ്ടാണ്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ കാഷ്വൽ വെയർ ചെരുപ്പ്. അത് ഞാൻ പാക്ക് ചെയ്ത് മറ്റേ പ്ലാസ്റ്റിക് കവറിലിട്ട് എടുത്ത് വെച്ചേക്കുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്തിനാണ് ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണേ? ഡൽഹി അല്ലേ, അവിടെ കിട്ടില്ലേ എന്നെല്ലാവരും ചോദിക്കും. ഡൽഹിയാണ്, അവിടെ എല്ലാം കിട്ടും, എന്തും കിട്ടും. പക്ഷേ പൈസ പോവും. എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ എല്ലാം പറ്റുന്നിടത്തോളം ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ, ഇത് വെറുതെ ഒരു പൗച്ചായിരുന്നു, ബട്ട് ഇറ്റ്സ് ക്യൂട്ട്, അതുകൊണ്ട് ഞാൻ വെറുതെ എടുത്തതാണ്. സോ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ഇത് ഞാൻ സൂഡിയോന്നും എല്ലായിടത്തുനിന്നുമായി മേടിച്ചൊരു സോക്സ് സെറ്റാണ്. അല്ല, സോക്സ് സെറ്റല്ല, ഞാൻ ഓരോന്നായിട്ട് മേടിച്ചതാണ്. ഇതെനിക്ക് തോന്നുന്നു എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ഇത് സൂഡിയോ, ഇതും സൂഡിയോ. ഇറ്റ്സ് സോ ക്യൂട്ട്, സൂഡിയോ. അപ്പോൾ ഞാൻ സൂഡിയോന്ന് മേടിച്ച കുറച്ച് സോക്സാണിത്. അപ്പോൾ ചോദിക്കും ഷൂ എവിടെയാണ്? ഷൂ വേറെ സ്ഥലത്താണ്. ഷൂ ആണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്, അപ്പോൾ അത്രയും വെയിറ്റ് ഒഴിവാക്കാമല്ലോ. ഓക്കെ, ഇത് പുറത്തിരിക്കട്ടെ, ഞാൻ പിന്നെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചോളാം. സോ ദിസ് ഇസ് ചിക്കൻ മസാല. അപ്പോൾ ബാക്കി പൊടികൾ വേണ്ടതെന്ന് ചോദിക്കും, അതിനുള്ള സ്ഥലമില്ല. പത്തിനടുത്തോളം ഞാൻ മേടിച്ചുകൊണ്ടുണ്ട്. ആൻഡ് ദീസ് ആർ മൈ അണ്ടർ ഗാർമെൻറ്റ്സ്, ബ്രാ എല്ലാം ഇത് പുറത്തേക്കിരിക്കട്ടെ. ഇത് 3 സെറ്റ് ഓഫ് പപ്പടം.
പപ്പടം അവിടെ കിട്ടുമെന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പപ്പടം ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പപ്പടം മേടിച്ചുകൊണ്ട് പോകണത്. 3 പാക്കറ്റ് ഓഫ് പപ്പടം ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ എളുപ്പ വഴിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളക് പൊടിയും ഉപ്പൊക്കെ മതി എന്നാണ് പറഞ്ഞത്. അപ്പം മെയിൻ സാധനങ്ങൾ മാത്രം മേടിച്ചുകൊണ്ട് പോകുന്നത്. ആൻഡ് ദിസ് ഇസ് അനദർ പെയർ ഓഫ് സോക്സ് വിച്ച് ഐ ഹാവ് യൂസ്ഡ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഈ സൈഡിൽ അത്രയൊക്കെ ഉള്ളൂ അല്ലേ. പിന്നെ ഇതൊരു എൻ്റെ സ്കാർഫായിരുന്നു. ആൻഡ് അതൊക്കെ തന്നെ ഉള്ളൂ ഈ സൈഡിൽ. വേറെ എന്തെങ്കിലും മിസ് ചെയ്തോ? ഐ തിങ്ക് ഇതാണ് ക്യാബിൻ ബാഗിൻ്റെ ഇപ്പോഴത്തെ സൈഡ്. ഇതിൽ എനിക്ക് ലോണ്ട്രി ബാഗ് വെക്കണം എന്നുണ്ട്. ഞാൻ ലോണ്ട്രി ബാഗ് ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരുന്നു ഇങ്ങനെ വന്നത്. പക്ഷേ ഇത് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഇരിക്കട്ടെ, എങ്ങനെയെങ്കിലും വെക്കാം. ആൻഡ് ദിസ് ഇസ് ദ അതർ സൈഡ്. ഇവിടെ എൻ്റെ ഒരു ചെരുപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷീൻ്റെ കവറിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പ്. സോ ലെറ്റ് ഇറ്റ് ബി ഹിയർ. ആൻഡ് ഇത് എൻ്റെ ഫോർമൽസിൻ്റെ സെറ്റാണ്. ഞാൻ അന്ന് H&M നിന്ന് മേടിച്ചൊരു സെറ്റ് ഓഫ് ഫോർമൽസ്. അത് ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്തെടുത്ത് വെച്ചേക്കുക, അതിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ സൺസ്ക്രീൻ, പിന്നെ ഇത് റെറ്റിനോയിൽ, അതൊക്കെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്താക്കല്ല. ഞാൻ വെറുതെ മേടിച്ച് ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് ആരും മേടിച്ച് ഉപയോഗിക്കാൻ ഞാൻ പറയില്ല. ഈ സൺസ്ക്രീൻ ആണെങ്കിൽ മേടിച്ച് ഉപയോഗിക്കാം. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും എന്ന് പറഞ്ഞത് സൺസ്ക്രീനാണ്. ആൻഡ് ദിസ് ഇത് വെറുതെ ഒരു പാട്ടയാണ്. ഞാൻ സ്നാക്സൊക്കെ മേടിച്ച് അയച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ അതിനകത്ത് ഇട്ട് വെക്കാനായിട്ട്. ആൻഡ് ദിസ് ഇസ് അനദർ സെറ്റ് ഓഫ് പാട്ട അമ്മ തന്നതാണ്. അമ്മയുടെ ഉള്ള പാട്ടയൊക്കെ ഞാൻ കൊണ്ടുപോകാം. കാരണം എനിക്ക് വീണ്ടും അവിടെ ചെന്ന് മേടിച്ച് പൈസ കളയാൻ താല്പര്യമില്ല. അപ്പോൾ അമ്മയുടെ ഉള്ള പാട്ടുകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാൻ. ആൻഡ് ദിസ് ഇസ് അതിൻ്റെ ഫോം വെറ്റ് വൈപ്സ്. അത്രയൊക്കെ ഉള്ളൂ. ഈ സൈഡിൽ അത്രയൊക്കെയല്ലേ ഉള്ളൂ. ഇതിൻ്റെ അടപ്പ് അത്രേ ഉള്ളൂ. ഇതെൻ്റെ സെറ്റ് ഓഫ് ഫോർമൽസ് എല്ലാം പറഞ്ഞില്ലേ. ആൻഡ് ഇത് ഇതിനകത്ത് വെക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ബിക്കോസ് കൈൻഡ് ഓഫ് ലിക്വിഡ് ആണല്ലോ. അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് വേണം വെക്കാൻ. വേറെ സ്ഥലവും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചേക്കണേ. ആൻഡ് ഈ ക്യാബിനല്ല ചെക്ക് ഇൻ ബാഗേജിൽ ദിസ് സൈഡിൽ ഐ ഹാവ് മൈ ടോപ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. ജീൻസ് എല്ലാം ഞാൻ പാർസൽ അയച്ചപ്പോൾ ഞാൻ അയച്ചു. കാരണം എനിക്ക് ഓൾമോസ്റ്റ് പാർസലിലൊരു 10-12 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വെയിറ്റ് ഉള്ള മെയിൻ സാധനങ്ങളൊക്കെ അയച്ചു. അപ്പോൾ ഇതിൽ എൻ്റെ മെയിൻലി ടോപ്പും സ്കേർട്ടൊക്കെ ഉള്ളൂ. ഇതൊരു സ്കേർട്ട്, ടോപ്പ്, അങ്ങനെ അതൊക്കെ ഉള്ളൂ. അത് പ്രത്യേകിച്ച് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ആൻഡ് ഐ വോണ്ടഡ് ടു ഡു മറ്റേ ലെറ്റ്സ് പാക്ക് മൈ സ്യൂട്ട് കേസ് അല്ലെങ്കിൽ പാക്കിംഗ് മൈ സ്യൂട്ട് കേസ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പാക്ക് ചെയ്ത് വന്നപ്പം എസ്തെറ്റിക്സും പോയി, വെയിറ്റും ലൈക്ക് കൺട്രോൾഡ് നിന്നില്ല. അപ്പോൾ എല്ലാം തകർന്നു. അടുത്ത പ്രാവശ്യം എസ്തെറ്റിക്കലി വെയിറ്റൊക്കെ മനസ്സിൽ വെച്ച് ഞാൻ കറക്റ്റായിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ വേറെ വീഡിയോ. സോ ഐ നോ ഇറ്റ് വാസ് എ ക്വിക്ക് വ്ളോഗ്. കാരണം ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകാനുമുണ്ട്. അപ്പോൾ ഞാൻ വേഗം എല്ലാം കാണിച്ചു തന്നതാണ്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ഇട്ട്. ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുതന്നെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നാളെ പറ്റുവാണെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീൽ പോലെ നാളത്തെ ഡേ എടുക്കാൻ നോക്കാം. അപ്പോൾ ഓക്കെ, വിൽ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.